ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗി ലഡ്ഡു എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് സ്മൂത്ത് ആയിട്ട് റാഗി ലഡ്ഡു തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ റാഗി കൊണ്ട് എങ്ങനെയാണ് ഇതേപോലെ നമുക്ക് ലഡ്ഡു ചെയ്യാമെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനായി 1 കപ്പ് റാഗി, 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ഉണക്കമുന്തിരി ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിലും അതും എടുക്കാവുന്നതാണ്. ക്യാരറ്റ് ഇതേപോലെ ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി 2 സെക്കൻഡിന് ശേഷം നമുക്ക് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. മുന്തിരിയെല്ലാം നമുക്ക് മാറ്റിയതിന് ശേഷം അതേ നെയ്യിൽ തന്നെ 1 കപ്പ് റാഗി എടുത്തു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതേപോലെ ഇളക്കി കൊടുക്കാം. റാഗിയുടെ പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കണം. അഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ പരുവത്തിലാണ് ഞാനിപ്പോൾ വറുത്തെടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം ക്യാരറ്റ് ചീകിയത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്കതിൻ്റെ ജ്യൂസാണ് റാഗിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തപ്പോൾ നമുക്ക് ജ്യൂസ് 1 കപ്പോളം കിട്ടിയിട്ടുണ്ട്. ഇനി റാഗി എടുത്ത ബൗളിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മധുരം കുറച്ച് കുറവാണെങ്കിൽ മാത്രമേ ലഡ്ഡുവിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്പം പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ക്യാരറ്റ് ജ്യൂസും ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതേപോലെ പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഉരുളകളാക്കി മാറ്റിയെടുക്കുന്ന സമയത്ത് ഓരോ മുന്തിരിയും ഓരോ ഉരുളയിലും വരുന്ന പോലെ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോഴാണ് ലഡ്ഡുവിന് ഒരു ഭംഗി കാണുകയുള്ളൂ, ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ റാഗി ലഡ്ഡു ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ലഡ്ഡുവും നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. നിങ്ങളും ഇതേപോലെ റാഗി ലഡ്ഡു തയ്യാറാക്കി നിങ്ങൾ കഴിച്ചു നോക്കുക. നിങ്ങളും ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഇരിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.